എന്ത് ചെയ്തിട്ടും നമുക്കൊരു മാറ്റം വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എൻ്റേതുൾപ്പെടെ പലരുടെയും ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ ആവാൻ ശ്രമിച്ചു നോക്കിയിട്ട് അതൊന്നും ശരിയാവുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടാവും. ചെറുത് എന്ന് തോന്നാവുന്ന മിസ്റ്റേക്സ് ആണ്, പക്ഷേ അത് അത്ര ചെറുതല്ല. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ എളുപ്പത്തിൽ സാധിക്കും. വെൽക്കം ബാക്ക് ടു വീണ സിനോച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് വെയിറ്റ് ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്കിൻ കെയർ ഉണ്ടാവും, പിന്നെ കുറച്ചൊക്കെ നമ്മുടെ സ്റ്റൈലിംഗ് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിട്ട് ഇരിക്കും. സോ ഈ 3 കാര്യത്തിലും വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെയിറ്റ് ലോസിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നോർമലി വരുത്തുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഈറ്റിംഗ് ടു ലിറ്റിൽ ഓർ സ്കിപ്പിംഗ് മീൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ പട്ടിണി കടന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരിക്കലും ആക്ച്വലി ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കഴിക്കാൻ വേണ്ടി ക്വാണ്ടിറ്റി വളരെ വളരെ ചുരുക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ നോക്കാറുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ കുറേ നേരം വിശന്നിരുന്നിട്ട് ഏതെങ്കിലും 2 നേരം മാത്രമായിട്ടൊക്കെ മീൽ കഴിക്കാൻ നോക്കാറുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ബോഡീനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ആക്ച്വലി ഒരു സ്ട്രെസ് മോഡിലേക്ക് പോകും. ആ സ്ട്രെസ് കാരണം ആക്ച്വലി ബോഡി വെയിറ്റ് കുറയാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ മെറ്റബോളിസം റേറ്റ് കുറയാനുള്ള ഒരു ചാൻസ് ആണ് ഇത് കാരണം ഉണ്ടാവുക. മെറ്റബോളിസം റേറ്റ് നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറയില്ല. അപ്പോൾ നമ്മൾ ഡയറ്റിലാണെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോഡീനെ പണിഷ് ചെയ്യുന്ന രീതിയിലല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അതിനെ കുറച്ചും കൂടി നന്നായിട്ട് സ്നേഹത്തോടെ കണ്ടുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എപ്പോഴും ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ എല്ലാം ഒരു ലിമിറ്റിലായിരിക്കണം കഴിക്കുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻഡ് ഓൾസോ കറക്റ്റ് ഇൻ്റർവെൽസിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതായത് അതിൻ്റെ പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ അടുത്ത മിസ്റ്റേക്ക്, ഫോക്കസിങ് ഓൺലി ഓൺ വെയിറ്റ് നോട്ട് വെൽനെസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ച്വലി ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ ആക്ച്വലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യും. ആൻഡ് അത് ഇഞ്ചസിൽ തന്നെ നമുക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മൾ ഇത്രയും ദിവസം ഡയറ്റ് ചെയ്തിട്ട് നമുക്ക് 1 കിലോ കുറഞ്ഞില്ല, അല്ലെങ്കിൽ 2 കിലോ കുറഞ്ഞില്ല, അങ്ങനെയാണ്. ഈ നമ്പറാണ് നമ്മൾ എപ്പോഴും നോക്കുക. പക്ഷെ അങ്ങനെയല്ല ശരിക്കും വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം അത് എനർജി കൂടുന്നതായിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ ബോഡി കുറച്ചും കൂടെ ഫിറ്റ് ആയതായിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മൊത്തത്തിൽ ഹാപ്പിനെസ് കിട്ടുന്നതായിട്ടും, അങ്ങനെയൊക്കെയാണ് ഏറ്റവും ആദ്യം ബോഡി റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ആ സിഗ്നൽ എന്താണെന്ന് നോക്കുക. ബോഡിക്ക് ചേഞ്ച് പോസിറ്റീവായിട്ട് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആൻഡ് എപ്പോഴും ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് ഇൻ നമ്പറിൽ കാണണം എന്നുള്ള നിർബന്ധം ഒന്ന് ഒഴിവാക്കുക. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, സ്വിച്ചിങ് ഡയറ്റ് ഓർ വർക്കൗട്ട് കോൺസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ച്വലി പെട്ടെന്ന് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുറച്ച് ദിവസം ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് തോന്നും, ഓക്കെ ഇതല്ല, ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് മറ്റൊരു ഡയറ്റ് ഉണ്ട്, അപ്പോൾ അതാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഇൻ വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്ത് നോക്കാനുള്ള ഒരു ചാൻസ് ആണ് എപ്പോഴും ആൾക്കാർക്ക് ഉള്ളത്. ബിക്കോസ് ഇത് വർക്ക് ആവുന്നില്ല, അപ്പോൾ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യാം, അധികം സമയമില്ല എന്നാണ് വിചാരിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതായത് ബോഡി നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡയറ്റിലേക്ക് പോയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കൗട്ടിൻ്റെ പാറ്റേൺ നമ്മൾ പിടിച്ചിട്ട് അത് നോക്കുമ്പോഴും നമ്മുടെ ബോഡി ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി ആദ്യത്തെ ഒരു അഡ്ജസ്റ്റിംഗ് ഫേസിലൂടെ പോകണം. അതിന് ശേഷമായിരിക്കും ബോഡി ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ സോ ആ ടൈം നമ്മൾ ബോഡിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ബോഡി മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഓരോന്ന് സ്വിച്ച് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾക്കും കുറച്ചും കൂടി ഒരു സ്ട്രെസ് ഒക്കെ ആയിരിക്കും തരിക. ബിക്കോസ് ഇത്ര പലയധികം കാര്യങ്ങൾ ചെയ്ത് നോക്കി എന്നിട്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് തോന്നുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പേഷ്യൻസ് ഉണ്ടാവണം. പേഷ്യൻസോട് കൂടി ഒരേ ഒരു പാറ്റേണിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ നിന്ന് ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഗ്രാജുവലി അഡീഷണലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കൂ എന്നുള്ള തോട്ട് അങ്ങ് എടുത്ത് മാറ്റുക. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്ന് മുതലാണോ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം മുതൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രാജുവലി ആക്ച്വലി നമുക്ക് മൊത്തത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആദ്യം നമ്മൾ മെലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഭംഗി വെക്കുകയുള്ളൂ, അതിനുശേഷം ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പരിപാടി അതിനുശേഷമുള്ളൊരു കാര്യമാക്കി മാറ്റരുത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്കിൻ കെയറിൽ വരുത്തുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ട്രീറ്റിംഗ് സ്കിൻ ലൈക്ക് എ പ്രോബ്ലം. അതായത് സ്കിന്നിനെ ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി കണ്ടിട്ട് വേണം അതിനെയും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, സ്കിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെസ്സഞ്ചറാണ്.
നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഡയറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന റോങ് പ്രോഡക്ട്സ് ആണെങ്കിൽ ഒക്കെ സ്കിൻ എന്തെങ്കിലും മെസ്സേജ് തരും. അതായത് സ്കിന്നിൽ ചിലപ്പോൾ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാം, സ്കിന്നിൽ റാഷസ് ഉണ്ടാവാം, സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാം. ഇതൊക്കെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. സോ അതൊരു മെസ്സേജ് ആയിട്ട് കണ്ടിട്ട് സ്കിന്നിനെ കുറച്ചും കൂടെ ഭയങ്കര സ്നേഹത്തോടു കൂടി കുറച്ചും കൂടെ കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ. അതല്ലാതെ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട് സ്കിന്നിന്, ആ പ്രശ്നം ആദ്യം പരിഹരിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിക്കരുത്. ഇപ്പം സപ്പോസ് നമ്മുടെ സ്കിന്ന് കാണിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് മേ ബി പിമ്പിൾ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും പറ്റുന്നില്ല, എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിൻ്റെ അടുത്ത് തന്നെ പോവുക. ആൻഡ് ദെൻ അതൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം സ്കിന്നിന് നോർമലായിട്ടൊരു സ്കിൻ കെയർ റൂട്ടീൻ കൊണ്ടുവന്ന് നോക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് എക്സ്പെക്ടിങ് ഇൻസ്റ്റന്റ് റിസൾട്ട്. സ്കിന്നിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്കിൻ സൈക്കിളും ആക്ച്വലി 28 to 45 ഡേയ്സ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. സോ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് അത് 28 to 45 ഡേയ്സ് അതിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് റിസൾട്ട് കാണിക്കില്ല. അതല്ല നമ്മളിപ്പം 10 ദിവസം കൊണ്ട് നമുക്ക് ഫേസ് മൊത്തത്തിൽ ചേഞ്ച് ആക്കി എടുക്കാം, 10 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ആ റിസൾട്ട് കിട്ടി, എനിക്കത് കിട്ടിയില്ല, അപ്പോൾ എനിക്കിത് വർക്ക് ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 28 to 45 ഡേയ്സ് അതിന് കൊടുക്കുക, എന്നിട്ട് നോക്കുക എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പം മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെങ്കിൽ കൂടി അത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ആക്ച്വലി അത് നന്നായിട്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന റൈറ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ ഡൂയിങ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടാണ് കൂടുതൽ പേരും സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം, ചിലരൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരെ പറ്റി എനിക്കറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കിൻ കെയർ എപ്പോഴും സിമ്പിളായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അവർ കുറേ പ്രൊഡക്ട്സ് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്കിന്നിൽ നിങ്ങൾ യൂസ് ചെയ്യണം നിർബന്ധമില്ല. ബിക്കോസ് ഏറ്റവും കുറഞ്ഞ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് അത് എപ്പോഴും നന്നായിട്ടിരിക്കുക. ആൻഡ് ഓൾസോ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന പരിപാടി, അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രൊഡക്റ്റിനോട് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ മാറി ഇതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയൊരു പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഒരെണ്ണം യൂസ് ചെയ്തു, അടുത്തത് കുറച്ച് ദിവസം വേറെണ്ണം യൂസ് ചെയ്ത് അങ്ങനെ നോക്കാനും പാടില്ല. കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോക്കസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് മതി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നോർമലി ഒരു സൺസ്ക്രീൻ വേണം, ഒരു ഫേസ് വാഷ് വേണം, ഒരു മോയ്സ്ചറൈസർ വേണം, പിന്നെ നിങ്ങളുടെ കൺസേൺ എന്താണോ അതിനനുസരിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിറം കൂടി ആയാൽ പെർഫെക്റ്റ് ആയി. ഇത്രയും മതി ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ സ്കിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ട് വേണം അടുത്ത എന്തെങ്കിലും പ്രോഡക്റ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയറിന്റെ കാര്യത്തിൽ, സ്കിപ്പിംഗ് SPF ഓർ യൂസ് ഇറ്റ് ഇൻകറക്ട്ലി എന്ന് പറഞ്ഞാൽ, ആക്ച്വലി നമ്മൾ കൂടുതൽ പേരും സൺസ്ക്രീനിനെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ട് കാണുന്നവരാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സൺസ്ക്രീൻ ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ മറ്റുള്ളത്, ഇപ്പം ഞാൻ പറയുന്നത് ഫേസ് വാഷോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ അതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സൺസ്ക്രീൻ. അത് യൂസ് ചെയ്ത് പോകണം. ആൻഡ് കുറച്ച് പേർക്കെങ്കിലും ആക്ച്വലി എന്നോട് പറയാറുണ്ട്, സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് കുറച്ച് മുഖം ഇരുണ്ടതാകുന്നു, കുറച്ച് ഡാർക്ക് ആവുന്നുണ്ട്, അപ്പോൾ അത് കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട്. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സ്കിന്ന് ഡള്ളാവുന്നതും ഡാർക്ക് ആവുന്നതും ഒക്കെ. നിങ്ങൾക്ക് ആക്ച്വലി മാർക്കറ്റിൽ ഒരുപാടധികം സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള പല ഫോർമുലേഷനിലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഒരു ടൈപ്പോ ഒരു ഫോർമുലേഷനോ അല്ല ഉള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു തരത്തിലുള്ള സൺസ്ക്രീൻ ആക്ച്വലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോർമുലേഷനിലുള്ള ഒരു SPF യൂസ് ചെയ്ത് നോക്കുക. അതല്ലാതെ SPF കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു പരിപാടി അങ്ങ് നിർത്തണം. ആൻഡ് ഓൾസോ ഈവൻ SPF യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് സിറം വേണമെങ്കിലും യൂസ് ചെയ്തോ, പക്ഷേ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ വളരെ വളരെ മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതല്ല ആക്ച്വലി നിങ്ങളുടെ സെൽഫ് വർത്തിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് സ്കിന്നിൻ്റെ മാത്രം ഒരു പ്രശ്നമാണ്, അത് ടെമ്പററി ആണ്, അത് മാറുന്നതാണ്. ബിക്കോസ് നമ്മൾ 2025 ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണത്. അത് നമ്മൾ കറക്റ്റായിട്ട് എത്തുമ്പോഴേക്കും അതിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുകയോ ഇതിൻ്റെ സ്ട്രെസ്സിലേക്ക് ജീവിക്കാതിരിക്കുകയോ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി സ്കിന്ന് ഏത് കണ്ടീഷനിലാണോ ഉള്ളത് അത് ആക്ച്വലി കൂടുതലായിട്ട് വേഴ്സൺ ആവാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. ആൻഡ് ഓൾസോ ഞാൻ മെയിനായിട്ട് പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ഡള്ളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നില്ല എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അതും കൂടി ഈ സ്കിൻ കെയർ റുട്ടീനിൽ മെല്ലെ മെല്ലെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. അടുത്തത് സ്റ്റൈലിംഗിൽ വരുത്തുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് ടു ഹൈഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റൈലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എപ്പോഴും ആക്ച്വലി ഒരു സെലിബ്രേഷൻ ആയിട്ട് വേണം നമ്മൾ കാണാൻ.
അതല്ലാതെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതിനൊന്ന് ഹൈഡ് ചെയ്യണം, അതിനെ ഒന്ന് എല്ലാവരും കാണാത്ത രീതിയിൽ അതൊന്ന് കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല ആക്ച്വലി സ്റ്റൈൽ ചെയ്യേണ്ടത്. സോ സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മളുടെ ബോഡിയിൽ, നമ്മളുടെ ഫേസിൽ, നമ്മളുടെ ഹെയറിൽ ഒക്കെ ഉള്ളത് അതിനൊന്ന് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എന്താണോ ഹൈഡ് ആവേണ്ടത് ആ ഒരു ഭാഗം ആക്ച്വലി ഹൈഡ് ആയി പോകും. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ സപ്പോസ് നമ്മൾ മേക്കപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പോലും ഇപ്പം നമ്മളുടെ കണ്ണാണ് ഒരാളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഫേസിലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ അത് കുറച്ച് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ആണ് വേണ്ടത്. അപ്പം മറ്റുള്ള ഫേസിൽ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നോർമലി കോൺസെൻട്രേഷൻ പോവില്ല, ഈ കണ്ണിലേക്ക് തന്നെ ഹൈലൈറ്റ് പോവുള്ളൂ. സോ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ തന്നെ ആയിരിക്കണം ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ഓൾസോ ഫുഡ് വെയറിന്റെ കാര്യമാണെങ്കിലും ഹെയർ സ്റ്റൈലിന്റെ കാര്യമാണെങ്കിലും. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫോളോയിങ് ട്രെൻഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം, സപ്പോസ് ഇപ്പോൾ ഓവർ സൈസ്ഡ് ഡ്രസ്സസ് ഒക്കെയാണ് ട്രെൻഡിലുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീൻസും ഒരുപോലെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. സോ അത് എപ്പോഴും ഒന്ന് മൈൻഡിൽ വെക്കുക. ഇപ്പോൾ എല്ലാം ഓവർ സൈസ്ഡ് ആയിട്ടുള്ളതാണ് ട്രെൻഡിലുള്ളതെങ്കിൽ കൂടി നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് പ്രപ്പോർഷൻ കറക്റ്റ് ആക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇടുന്നത് ഒരു ജീൻസ് ആണ്, ജീൻസ് ആക്ച്വലി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീൻസ് ഇടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് ബോഡി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിരിച്ചും, അതായത് ഓവർ സൈസ്ഡ് ആയിട്ടൊരു ടീഷർട്ടാണ് ഇടുന്നതെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ജീൻസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുപോയി കഴിയുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ ലുക്ക് ഭയങ്കര പുട്ടുകതായിട്ട് ഇരിക്കുകയും ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ് ആയിട്ട് ട്രെൻഡ്സിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല. ഇനി അടുത്ത സ്റ്റൈലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സേവിങ് ഗുഡ് ക്ലോത്ത്സ് ഫോർ സ്പെഷ്യൽ ഡേയ്സ്. നമുക്കൊക്കെ ജനറൽ ആയിട്ടുള്ളൊരു പ്രശ്നമാണത്, എനിക്കും ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഞാനൊരു നല്ലൊരു ഡ്രസ്സ് വാങ്ങുന്നു, കുറച്ചും കൂടി ഒരു പ്യോർ വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ പോലൊരു ഡ്രസ്സോ ഷൂസോ ഒക്കെ ആണെങ്കിൽ ഞാനത് കൂടുതലായിട്ട് അത് അവിടെ തന്നെ വെക്കും. എപ്പോഴും അത് എടുക്കാൻ നോക്കാറില്ല. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരട്ടെ അതിന് വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കും. ബിക്കോസ് എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കായി പോകുന്നോ, അല്ലെങ്കിൽ അത് കുറച്ച് കുറച്ച് നരച്ചതുപോലെ ആകുമെന്നോ അല്ലെങ്കിൽ കുറച്ച് പഴയതുപോലെ ആകുമെന്നോ പേടിച്ചിട്ട് അത് അങ്ങനെ തന്നെ വെക്കും. അങ്ങനെ ആക്ച്വലി ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു ഡേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ എപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും നമ്മുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദാറ്റ് മീൻസ് നമ്മൾ ആക്ച്വലി ഒരു സ്പെഷ്യൽ ഡേ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയി ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ എത്തട്ടെ, അതിനുശേഷം ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കാണ് മെയിനായിട്ട് ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നോക്കുക. അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി പുതുതായിട്ട് ക്ലോത്ത്സ് വാങ്ങണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഉള്ള ക്ലോത്ത്സിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഉണ്ടോ അതെടുത്തിട്ട് ഇന്നത്തെ ദിവസം വെയർ ചെയ്യുക. നാളത്തെ ദിവസത്തേക്ക് നമ്മൾ ആക്ച്വലി അതേപോലെയുള്ള അടുത്തത് ഏതാണോ എന്ന് നോക്കിയിട്ട് അതെടുത്ത് മാറ്റി വെക്കുക. അതല്ലാതെ ഇപ്പം ഏറ്റവും പഴയതും ഒക്കെ മാത്രം നമ്മൾ ഇന്നിട്ടിട്ട് നാളത്തേക്ക് നമുക്കത് സേവ് ചെയ്ത് വെക്കാം എന്നുള്ള പരിപാടി അവസാനം. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെയിറ്റ് ലോസിന്റെ കാര്യം ആയിക്കോട്ടെ, സ്കിന്നിന്റെ കാര്യം ആയിക്കോട്ടെ, സ്റ്റൈലിങ്ങിന്റെ കാര്യം ആയിക്കോട്ടെ, ഇതിൽ ഏത് തന്നെ ആണെങ്കിലും നിങ്ങൾ ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ എന്തൊക്കെ സ്റ്റെപ്സ് അതിനുവേണ്ടി എടുക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ ഇരിക്കുക. ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവബിൾ കാര്യമൊന്നും ആയിരിക്കില്ല. ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യമായിരിക്കും, പക്ഷെ അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഇന്നലത്തെ നിങ്ങളിൽ നിന്ന് ഇന്നത്തെ നിങ്ങൾക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്. ആക്ച്വലി എന്നെക്കാളും നന്നായിട്ട് മറ്റൊരാൾ ട്രാൻസ്ഫോം ആയി ഇരിക്കുന്നു അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഭയങ്കര ചേഞ്ച് അയാൾക്ക് ഉണ്ടായി എന്നുള്ളതല്ല നമ്മളെപ്പോഴും നോക്കേണ്ടത്. നമ്മളുടെ ബെറ്റർ വേർഷനിലാണോ നമ്മൾ ഇന്നിരിക്കുന്നത്? ഇന്നലെ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു ബെറ്റർ വേർഷനിലാണോ നമ്മൾ ഇരിക്കുന്നത് ഇന്ന്? അതാണ് നോക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷനിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നുകൊണ്ട് പോകാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിൽ എത്താനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ലവ് യു.